ഈ റാലി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ കേളിക്കോട്ട് ഘട്ടത്തിൽ തന്നെ ജനങ്ങൾ നല്ല ജാഗ്രതയിലായി എന്നതാണ്. കാരണം രാഷ്ട്രത്തിൻ്റെ വിലപ്പെട്ട മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള സുപ്രധാന അവസരമായാണ് ഈ തെരഞ്ഞെടുപ്പിനെ അവർ കാണുന്നത്. സർവോപരി രാഷ്ട്രത്തെ സംരക്ഷിക്കാൻ ഉള്ള അവസരവും ഇതാണ് എന്നവർ കാണുന്നു. ഇതിനെല്ലാം അപകടമുണ്ടാക്കുന്നത് ഇന്ന് രാജ്യം ഭരിക്കുന്ന BJP സർക്കാരാണ്. ഇപ്പോൾ BJPയുടെ നേതൃത്വത്തിലുള്ള ആ സർക്കാരിന് ഒരു തുടർച്ചയുണ്ടായാൽ രാജ്യത്തിൻ്റെ മതേതരത്വം, ജനാധിപത്യം, നാം ഏറ്റവും വിലമതിക്കുന്ന ഭരണഘടനാ മൂല്യങ്ങൾ, നമ്മുടെ സ്വാതന്ത്ര്യം, നമ്മുടെ ഒരുമയും ഐക്യവും, സർവോപരി ഭരണഘടന തന്നെയും അപകടത്തിലാവും. ഈ തിരിച്ചറിവോടെയാണ് ജനങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ നിലപാടുകൾ എടുത്തു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ പൊതുവായ രക്ഷയ്ക്ക് BJPയെ പരാജയപ്പെടുത്തുക എന്ന നിലപാടാണ് പൊതുവിൽ ശക്തിപ്പെട്ടു വന്നിട്ടുള്ളത്. ഇത് രാജ്യത്തിൻ്റെ ആകെ കാര്യമാണ്. കേരളത്തിൽ ഏതെങ്കിലും ഒരിടത്ത് BJP പ്രധാന ശക്തിയായിട്ടില്ല എന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിലും കേരള ജനത BJPയെ സ്വീകരിക്കാൻ തയ്യാറല്ല. അതിന് കാരണം കേരളത്തിൻ്റെ പ്രത്യേകത തന്നെയാണ്. ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്നൊരു നാടാണ്. ആ നാട്ടിൽ വിദ്വേഷത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിന് ഇടമില്ല. ഇതാണ് BJPക്ക് ഇവിടെ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ഇടം കിട്ടാതിരിക്കുന്നതിന് കാരണം. അപ്പോൾ നാം കേരളം ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും പരിശോധിക്കുന്നത് കഴിഞ്ഞ 5 വർഷക്കാലത്തെ നമ്മുടെ അനുഭവമാണ്. 2019 നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റിന് 2ാം ഊഴം ലഭിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് വൻതോതിലാണ് UDF ജയിച്ചു പോയത്.
കനത്ത തിരിച്ചടിയായിരുന്നു LDFനേറ്റത്. അതിനിടയാക്കിയ ചില പ്രത്യേക ഘടകങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാർ അഴിച്ചുവിട്ട പ്രചരണമായിരുന്നു. അവർ നമ്മുടെ നാട്ടിൽ അഴിച്ചുവിട്ട പ്രചരണം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കക്ഷിക്കും കേവല ഭൂരിപക്ഷം ലഭിക്കാനിടയില്ല. അങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ അംഗബലമുള്ള പാർട്ടിക്കാണ് ഗവൺമെൻറ് രൂപീകരിക്കാൻ ക്ഷണം ലഭിക്കുക. രാഹുൽ ഗാന്ധിയെ ഗവൺമെൻറ് രൂപീകരിക്കാൻ ക്ഷണിക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ അംഗബലമുള്ള പാർട്ടിയായി കോൺഗ്രസ് മാറണം. അതിന് ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം. നമ്മുടെ മലയാളി സഹോദരങ്ങൾ ശുദ്ധാത്മാക്കളാണല്ലോ. അവരിൽ ചിലർ ധരിച്ചത് ഈ പറയുന്ന കാര്യം ശരിയല്ലേ, ഇവിടെ എല്ലാവരും BJPക്ക് എതിരാണല്ലോ. LDF ആയാലും UDF ആയാലും BJPക്ക് എതിരാണ്. അപ്പോൾ സർക്കാർ രൂപീകരിക്കാൻ കോൺഗ്രസ്സിന് അംഗബലമുണ്ടാകുന്നതല്ലേ നല്ലത്. LDFനോട് പ്രത്യേക വിരോധമൊന്നുള്ളവരല്ല. ഇത്തവണ കോൺഗ്രസ് പോകുന്നതല്ലേ നന്നാവുക എന്നൊരു ചിന്തയിലെത്തി. അതാണ് ആ തെരഞ്ഞെടുപ്പിൽ ഫലത്തിൽ നാം കണ്ടത്. ഈ 5 വർഷക്കാലം ഇത്തരത്തിൽ തെരഞ്ഞെടുത്തയച്ച ജനപ്രതിനിധികളായ കൂട്ടർ തെരഞ്ഞെടുത്തയച്ചവരുടെ വോട്ടർമാരുടെയും ജനങ്ങളുടെയും നാടിൻ്റെയും വികാരത്തിനനുസരിച്ചാണോ പ്രവർത്തിച്ചത്? അത് വിലയിരുത്താനുള്ള അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഇപ്പം ഏറ്റവും ഒടുവിലത്തെ കക്ഷി നില വെച്ചാൽ LDFൻ്റെ ഭാഗത്ത് 2 പേരാണ്. ആലപ്പുഴയിലും കോട്ടയത്തുമുള്ള ആരിഫും തോമസ് ചാഴിക്കാടും. ബാക്കി 18 പേരും, 20 അംഗങ്ങളാണല്ലോ ആകെ, ബാക്കി 18 പേരും UDF MPമാരാണ്. ഈ 18 അംഗ സംഘം അവരെ തിരഞ്ഞെടുത്ത വോട്ടർമാർക്ക് ഈ 5 വർഷക്കാലവും കടുത്ത മനോവേദനയാണ് സൃഷ്ടിച്ചത്. ഈ 5 വർഷക്കാലം രാജ്യം നേരിട്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനം നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയെ പ്രതികൂലമായി ബാധിക്കുന്നതായിരുന്നു. 2ാം ഊഴം മോദിയുടെ ഗവൺമെൻറ് RSS അജണ്ട പ്രത്യക്ഷത്തിൽ നടപ്പാക്കുന്ന ഘട്ടമായിട്ടാണ് എടുത്തത്. നേരത്തെ തന്നെ RSSൻ്റെ നേതൃത്വം അംഗീകരിച്ചൊരു പാർട്ടി എന്ന നിലക്ക് BJP RSS നയമാണ് നടപ്പാക്കാൻ നോക്കിയിട്ടുള്ളത്. അതിന് രംഗമൊരുക്കലാണ് ആദ്യം. എല്ലാം കാവ്യവൽക്കരിക്കുക. നമ്മുടെ രാജ്യത്ത് ഒട്ടേറെ പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ട്.
ഒന്നിനും സ്വതന്ത്രമായ ഇല്ലാതാക്കുക, എല്ലാം തങ്ങളുടെ കാൽക്കീഴിൽ കൊണ്ടുവരിക. ഇതാണ് ആദ്യം ചെയ്തത്. 2019 രണ്ടാം ഊഴൽ ലഭിച്ചതോടെ RSS അജണ്ട ഓരോന്നായി നടപ്പാക്കേണ്ടത്. ആ അജണ്ട നടപ്പാക്കുമ്പോൾ നമ്മുടെ ഈ 18 അംഗ സംഘം കേരളത്തിൻ്റെതായ പ്രതികരണം പാർലമെന്റിൽ ഉയർത്തുന്നതിൽ പരാജയപ്പെട്ടു. ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ കേരളത്തിൻ്റെ ശബ്ദം ഉച്ചസ്ഥായിയിൽ മുഴങ്ങാറുണ്ട്. അതില്ലാതെ വന്നു, വലിയ തോതിൽ മങ്ങിപ്പോകുന്നു. ഈ പറയുന്ന 18 പേര് ശബ്ദിക്കാതായി. പിന്നെ എന്ത് ശബ്ദമാണ് ഉണ്ടാവുക? ഇപ്പം രാജ്യത്തുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മതനിരപേക്ഷതയുടെ കടക്കൽ കത്തിവെക്കൽ. 2019 മെയ് മാസത്തിലാണല്ലോ BJP ഗവൺമെൻറ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുന്നതിന് മുൻപ് തന്നെയാണ് അതേ വർഷം പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നത്. നമ്മുടെ രാജ്യത്ത് പൗരത്വം മതാടിസ്ഥാനത്തിലല്ല. ഇവിടെ മാത്രമല്ല, ഒരു പരിഷ്കൃത രാഷ്ട്രത്തിലും പൗരത്വം മതാടിസ്ഥാനത്തിലല്ല. ആ രാഷ്ട്രത്തിലാണ് പൗരത്വം മതാടിസ്ഥാനത്തിലാക്കാനുള്ള RSS അജണ്ട അനുസരിച്ചുള്ള പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവരുന്നത്. മതനിരപേക്ഷ മനസ്സുള്ളവരെല്ലാം പ്രതിഷേധിച്ചു. കടുത്ത പ്രതിഷേധം രാജ്യത്താകെ ഉണ്ടായി. പക്ഷേ ഈ 18 അംഗ സംഘത്തെ കാണാൻ കഴിഞ്ഞില്ല. അവരുടെ ശബ്ദം പാർലമെന്റിൽ മുഴങ്ങിയില്ല. പാർലമെന്റിന് പുറത്ത് ഡൽഹിയിലും മറ്റും വലിയ തോതിലുള്ള പ്രക്ഷോഭം നടന്നു. ആ പ്രക്ഷോഭ സ്ഥലത്ത് എവിടെയും ഇവരെ കണ്ടില്ല. പ്രക്ഷോഭം നടത്തിയവർക്ക് നേരെ സംഘപരിവാർ ആക്രമണം അഴിച്ചുവിട്ടു. ആ ഘട്ടത്തിൽ ഇടതുപക്ഷ എംപിമാരും ഇടതുപക്ഷ നേതാക്കളുമൊക്കെ അവിടെ ഓടിയെത്തി ആ ഇരകളുടെ സംരക്ഷണത്തിൽ. ഈ 18 അംഗ സംഘം അവിടെ എവിടെയും കണ്ടില്ല. എന്താണ് കോൺഗ്രസ് അതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ കാരണം? നമ്മുടെ 18 അംഗ സംഘം ഒഴിഞ്ഞു നിന്നത് എന്തുകൊണ്ടാണ്? ഇത് അഖിലേന്ത്യാ തലത്തിലുള്ളൊരു പശ്ചാത്തലമാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിലുണ്ടായ കാര്യം ഇതോടൊപ്പം ചേർത്ത് നാം ഓർക്കേണ്ട ഒരു കാര്യമാണ്. കേരളത്തിലിവിടെ പറഞ്ഞതുപോലെ ആ നിയമ ഭേദഗതി ഇവിടെ നടപ്പാക്കില്ല എന്ന് അസന്നിഗ്ധമായി നാം പ്രഖ്യാപിച്ചു. അതിന് തൊട്ട് പിന്നാലെ എല്ലാവരും ചേർന്നുകൊണ്ടുള്ള പരിപാടികൾ നടന്നു. എല്ലാവരുമുള്ള പ്രതിഷേധ സംഗമം രക്തസാക്ഷി മണ്ഡപത്തിൽ, സർവകക്ഷി യോഗം, പ്രത്യേക നിയമസഭാ യോഗം. ആ നിയമസഭാ യോഗത്തിൽ ഈ നിയമ ഭേദഗതി പിൻവലിക്കണമെന്ന പ്രമേയം ഏകകണ്ഠമായി പാസ്സാക്കി. എല്ലാറ്റിലും പ്രതിപക്ഷ നേതാക്കൾ എല്ലാവരും ഉണ്ടായി. അത്രയെല്ലാം ഒന്നിച്ച് നടന്നപ്പോൾ ഒരു ദിവസം KPCC പ്രസിഡന്റ്, അന്നത്തെ നിങ്ങൾക്കറിയാലോ അന്നത്തെ KPCC പ്രസിഡന്റ് ആരായിരുന്നു? അദ്ദേഹം ഒരു പ്രസ്താവനയാണ്. കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കിയൊരു നിയമം ഇവിടെ നിയമസഭ പ്രമേയം പാസ്സാക്കിയത് കൊണ്ട് നടപ്പാക്കാതിരിക്കാൻ പറ്റുമോ? അത് ചരിത്ര നിഷേധമുള്ള ഒരു പ്രസ്താവനയാണ്. ഇരിക്കട്ടെ, തൊട്ട് പിന്നാലെ പറഞ്ഞത് അതിനേക്കാളും പ്രധാനമുള്ളതാണ്. ഇനി
യോജിച്ച പ്രക്ഷോഭത്തിൽ ഞങ്ങളില്ല. എന്താ അങ്ങനെയൊരു നിലപാടെടുക്കാൻ കാരണം? ചിലപ്പോൾ സർക്കാർ എന്തെങ്കിലും യോജിപ്പിന് പറ്റാത്ത നിലപാട് സ്വീകരിച്ചതാണെങ്കിൽ അവരത് പറയുമായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ഇതേവരെ പറയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും യോജിപ്പിന് വിരുദ്ധമായ സമീപനം ഉണ്ടായി എന്ന ആക്ഷേപം അവർക്കില്ല. ഇനി എന്താ കാര്യം? ഈ പ്രശ്നം സംബന്ധിച്ച് ഞങ്ങൾ ഉന്നയിച്ച ഒരു കാര്യമുണ്ട്. അതിന് മറുപടി പറയേണ്ടത് കോൺഗ്രസ്സാണ്. ആ മറുപടി ഞങ്ങൾ ആഗ്രഹിച്ചു. ഇതുവരെ ആരും മറുപടി പറഞ്ഞിട്ടില്ല. അത് രാജ്യത്ത് കേരളത്തിന് പുറത്ത് എവിടെയും പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രക്ഷോഭത്തിൽ കോൺഗ്രസിനെ കാണാനേ ഇല്ല. അപ്പോൾ കേരളത്തിൽ മാത്രം നിങ്ങളിങ്ങനെ പോകുന്നത് ശരിയല്ല, പിൻവാങ്ങണം എന്ന നിർദ്ദേശം ആരിൽ നിന്ന്? കേന്ദ്ര കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന്. കേന്ദ്ര കോൺഗ്രസ് നേതൃത്വം നൽകിയ നിർദ്ദേശപ്രകാരമായില്ലേ ഇവിടെ പിൻവാങ്ങൽ നടന്നത്? അല്ല എന്നുണ്ടെങ്കിൽ അവരാരെങ്കിലും പറയണ്ടേ? ഇപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ കേരളത്തിൽ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അദ്ദേഹത്തിന് പറയാലോ, ഞങ്ങൾ അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല. എന്താ പറയാൻ പറ്റാത്തത്? പറയാൻ കഴിയില്ല. അത് തന്നെ ഇരിക്കട്ടെ. ഇതൊക്കെ 4 വർഷം മുൻപുള്ള കാര്യമാണല്ലോ. അപ്പോൾ 4 വർഷത്തിന് ശേഷമാണ് അതുമായി ബന്ധപ്പെട്ട് ചട്ടങ്ങൾ കൊണ്ടുവന്നത്. ആ ചട്ടങ്ങൾ കൊണ്ടുവന്നത് ഈ നിയമം പെട്ടെന്ന് നടപ്പാക്കാനാണ്. തെരഞ്ഞെടുപ്പിൻ്റെ കേളിക്കൊട്ട് ആരംഭിച്ചപ്പോഴാണ് എല്ലാവരും പ്രതിഷേധിച്ചു. കോൺഗ്രസിൻ്റെ ശബ്ദം ആരെങ്കിലും കേട്ടോ? എന്തു പറ്റി കോൺഗ്രസിന്? കോൺഗ്രസിൻ്റെ പ്രസിഡന്റിനോട് മാധ്യമപ്രവർത്തകർ സന്ധ്യാസമയം കഴിഞ്ഞപ്പോൾ ചോദിക്കുകയാണ്, ചട്ടങ്ങൾ വന്നല്ലോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? രാത്രി ആലോചിച്ചിട്ട് പറയാം എന്നാണ് മറുപടി. എന്തൊരു പരിഹാസമാണെന്ന് നോക്കണം. എത്ര പരിഹാസ്യമായ നിലപാടാണ്. രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ പ്രധാന പരാതി ഞങ്ങൾ രാഹുൽ ഗാന്ധിയുടെ പേരെടുത്ത് വിമർശിക്കുന്നുവെന്നാണ്. രാഹുൽ ഗാന്ധി നിങ്ങളുടെ പേര് പറഞ്ഞത് ഇവിടെയാണ്. അതൊന്നുകൂടി ആവർത്തിക്കാം. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യത്തൊരു യാത്ര നടത്തുന്നു. ആ യാത്രയിൽ ലോകത്തും രാജ്യത്തുമുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും രാഹുൽ ഗാന്ധി പ്രതികരിക്കുന്നു. ഇതിനെക്കുറിച്ച് മാത്രം, പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് മാത്രം പ്രതികരിക്കുന്നേയില്ല. എന്താണ്? നിങ്ങൾ വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ വരുമ്പോഴെങ്കിലും പ്രതികരിക്കുമെന്ന് ആളുകൾ പ്രതീക്ഷിച്ചു. പ്രതികരിച്ചോ? ഇപ്പോൾ നിങ്ങൾ പ്രതികരിക്കുന്നുണ്ടോ? ഇത് സംഘപരിവാർ അജണ്ടയാണെന്ന് അറിയാത്തവർ ആരാണുള്ളത്? സംഘപരിവാർ അജണ്ട BJP ഗവൺമെൻറ് നടപ്പാക്കുന്നു. സംഘപരിവാർ മനസ്സുകാരെല്ലാം അതിനോട് യോജിക്കും. മതനിരപേക്ഷ മനസ്സ് സ്വാഭാവികമായും അതിനെതിരെ നിൽക്കും, അതിൽ പ്രതിഷേധിക്കും. നിങ്ങളുടെ മതനിരപേക്ഷ മനസ്സ് എവിടെ പോയി? എപ്പോഴാണ് സംഘപരിവാർ മനസ്സിനോട് യോജിക്കുന്ന അവസ്ഥ കോൺഗ്രസ്സിന് വന്നു ചേർന്നത്? അല്ലെങ്കിൽ നിങ്ങൾ പ്രതികരിക്കേണ്ടതായിരുന്നില്ലേ?
പോട്ടെ, ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രകടന പത്രിക പുറത്തിറക്കി. എല്ലാവരും അവരവരുടെ പ്രകടന പത്രികയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രകടന പത്രിക ആളുകൾ കണ്ടതാണ്. അർത്ഥശങ്കക്കിടയില്ലാതെ ഈ കാര്യം വ്യക്തമാക്കി. പൗരത്വ നിയമ ഭേദഗതി റദ്ദ് ചെയ്യും. എന്താണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ വാചകം? എവിടെയും പരിചയം കാണില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്? എവിടെയുമില്ല. ഇപ്പോ നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു പത്രം ഇന്ത്യൻ എക്സ്പ്രസ് ഒരു കാര്യം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. അവര് ഈ പറയുന്ന പ്രകടന പത്രികയുടെ കരട് തയ്യാറാക്കാൻ ചുമതലപ്പെടുത്തിയ സമിതിയിലെ ചില അംഗങ്ങളുമായി ബന്ധപ്പെട്ട് കിട്ടിയ വിവരം അവർ റിപ്പോർട്ട് ചെയ്യുന്നത്, തയ്യാറാക്കിയ കരടിൽ പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് രൂക്ഷമായ ഭാഗമുണ്ടായിരുന്നു. പക്ഷേ അംഗീകരിക്കേണ്ട നേതാക്കളുടെ മുന്നിലെത്തിയപ്പോൾ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ഒഴിവായത്. ഇത് ഇന്ത്യൻ എക്സ്പ്രസ് ഉത്തരവാദിത്വ ബോധത്തോടെ റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ്. ഇതൊരു വിഷയമല്ലേ നാട്ടിൽ? രാജ്യത്ത് കോടാനുകോടി ജനങ്ങളാണ് ഇന്നലെ വരെ ജീവിച്ചതുപോലെ ഈ മണ്ണിൽ കുടുംബത്തിന് ഇനിയും ജീവിക്കാൻ കഴിയുമോ, ജീവിതം തുടരാൻ കഴിയുമോ എന്ന ആശങ്ക ഉള്ളവർ, ആ ആശങ്കയിൽ കഴിയുന്നത്. നമ്മൾ അവരെ ആശങ്കയിൽ വിടുകയല്ല ചെയ്തത്. ഇവിടെ സ്വീകരിച്ച ഓരോ നടപടി, രാജ്യത്താകെ നടന്ന പ്രക്ഷോഭം, കേരള ഗവൺമെൻറ് ഇതിൻ്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ സ്യൂട്ട് ഫയൽ ചെയ്തത്, ഇപ്പോൾ ചട്ടങ്ങൾ വന്നപ്പോൾ അതുകൂടി ചേർത്തുകൊണ്ട് സ്യൂട്ട് ശക്തിപ്പെടുത്താൻ അഡ്വക്കേറ്റ് ജനറലിനെ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തിയത്, 2019 തന്നെ മഞ്ചേശ്വരം മുതൽ പാറശാല വരെ LDFിൻ്റെ നേതൃത്വത്തിൽ നിങ്ങൾ പലരും അതിൽ പങ്കെടുത്തിട്ടുണ്ടാവും. ഇവിടെ തീർത്ത മനുഷ്യ ചങ്ങല എല്ലാം എന്തിനായിരുന്നു? ഈ ആശങ്കയിൽ കഴിയുന്ന കോടാനുകോടി ജനങ്ങളോട് നിങ്ങൾ ഒറ്റക്കല്ല, ഞങ്ങൾ ഒപ്പമുണ്ട് എന്ന സന്ദേശം അവരിലേക്ക് എത്തിക്കലായിരുന്നു. കോൺഗ്രസ്, രാഹുൽ ഗാന്ധി, നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളാരുടെ കൂടെ? ഈ RSS അജണ്ട നടപ്പാക്കുന്നതിനെ എതിർക്കാനുള്ള മനസ്സ് എന്തുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു? അതിനാണ് നിങ്ങൾ മറുപടി പറയേണ്ടത്. ആ മറുപടിയാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. ഇത് കോൺഗ്രസിന്റെ മൊത്തം സ്വഭാവം. ഞാൻ പറഞ്ഞു വന്നത് 18-അംഗ സംഘത്തെക്കുറിച്ചാണ്. 18-അംഗ സംഘം എവിടെയെങ്കിലും കണ്ടോ? ഇന്ത്യൻ പാർലമെന്റിൽ കണ്ടോ? ഡൽഹി തെരുവിൽ ശക്തമായ പ്രതിഷേധം, പ്രക്ഷോഭം നടക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ 18-അംഗ സംഘത്തിൽ പലരും അവരുടെ പാർട്ടിയുടെ അധ്യക്ഷയുടെ വീട്ടിൽ വിരുന്നുണ്ണുന്നു. ഇതല്ലേ ഉണ്ടായത്? എങ്ങനെയുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ജയിച്ചു പോയവർ? നമ്മുടെ ജനങ്ങൾ പ്രതീക്ഷിച്ചതാണോ? ഓ, ഇവരെയാണല്ലോ ഞങ്ങൾ ജയിപ്പിച്ചയച്ചത് എന്നല്ലേ പലപ്പോഴും ചിന്തിച്ചു പോയത്? ഇത് ഒറ്റപ്പെട്ട ഒന്നാണോ? തൊട്ടു പിന്നാലെ RSS അജണ്ട നടപ്പാക്കലാണ് ധൃതിപ്പെട്ട്.
നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് രണ്ടാം ഊഴം കിട്ടിയപ്പോൾ ധൃതിപ്പെട്ട് RSS അജണ്ട നടപ്പാക്കുന്നു. രണ്ടാമത്തെ ഇനം RSS പണ്ടേ പറയുന്നൊരു കാര്യം എന്താണ്? ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി ഭരണഘടനയിലെ 370-ാം വകുപ്പ് റദ്ദു ചെയ്യണം. ഒരു ദിവസം ആഭ്യന്തരമന്ത്രി പാർലമെൻറ്റ് എഴുന്നേറ്റ് നിൽക്കുന്നു. ഒരു കടലാസ് എടുത്തൊരു വായനയാണ്. ഒന്ന്, ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി ഭരണഘടനയിലെ 370-ാം വകുപ്പ് റദ്ദു ചെയ്യുന്നു. 2, ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവി ഇല്ലാതാക്കുന്നു. 3, ജമ്മു കാശ്മീരിനെ കഷണങ്ങളായി വിഭജിക്കുന്നു. എന്താണിത്? ഇതെല്ലാം ഏതെല്ലാം തരത്തിലുള്ള നടപടിക്രമങ്ങൾ പാലിച്ച് നടപ്പാക്കേണ്ട കാര്യമാണ്? ഞങ്ങൾക്കൊരു നടപടിക്രമം ബാധകമല്ല, ഞങ്ങൾ തീരുമാനിച്ച് നടപ്പാക്കും. അതാണ് RSS നിലപാട്. അതാണ് BJP ഗവൺമെൻറ് ചെയ്തത്. രാജ്യമാകെ പ്രതിഷേധമുയർന്നു. ആ പ്രതിഷേധത്തിൻ്റെ തോതിൽ കോൺഗ്രസിൻ്റെ സ്വരമുയർന്നോ? പാർലമെന്റിലും പുറത്തും കോൺഗ്രസിൻ്റെ ശബ്ദം ആ രീതിയിൽ ഉയർന്നോ? സാങ്കേതികമായി വിയോജിച്ചിട്ടുണ്ടാവും. പക്ഷേ ഉയരേണ്ട രീതിയിൽ പ്രതിഷേധമുയർന്നില്ല. കോൺഗ്രസിലെ പലരും BJPയെ രഹസ്യമായി അഭിനന്ദിക്കുന്നതിനെ സ്വീകരിച്ചു. ഒരാളെ കാര്യം രഹസ്യമല്ല, പരസ്യമാണ്. അതാരാ? കോൺഗ്രസിൻ്റെ രാജ്യസഭയിലെ ചീഫ് വിപ്പ്, വളരെ പ്രധാനപ്പെട്ട സ്ഥാനക്കാരനാണ്. അദ്ദേഹത്തിന് ആവേശം അടക്കി നിർത്താൻ പറ്റിയില്ല. എന്തൊരു നല്ല കാര്യമാണ് BJP ചെയ്തത്. ജമ്മു കാശ്മീരിൻ്റെ ഈ പ്രത്യേക പദവി എടുത്തു കളയുക എന്ന് പറയുന്നത്. ആ ആവേശം അടക്കി നിർത്താൻ പറ്റാതെ അദ്ദേഹം കോൺഗ്രസ് വിട്ടു, BJPയിൽ ചെന്നു. BJP അദ്ദേഹത്തെ സ്വീകരിച്ചു, വീണ്ടും രാജ്യസഭാംഗത്വം നൽകി, രാജ്യസഭയിലേക്ക് തിരിച്ചയച്ചു. ഈ മാതിരി എത്ര സംഘപരിവാർ മനസ്സുകാരാണ് നിങ്ങളുടെ കൂടെയുള്ളത്? ആ സംഘപരിവാർ മനസ്സ് ഉള്ളത് കൊണ്ടല്ലേ അതിനെ ശക്തമായി എതിർക്കാൻ പറ്റാതിരുന്നത്? നാം കേരളം ഇവിടുന്ന് നമ്മൾ ജയിപ്പിച്ചയച്ച 18-അംഗ സംഘത്തെക്കുറിച്ച് ആലോചിക്കൂ. അവരെ എവിടെയെങ്കിലും കണ്ടോ? പാർലമെന്റിൽ അവരുടെ ശബ്ദം വേണ്ട രീതിയിൽ ഉയരുന്നത് കേട്ടോ? എന്തേ? നമ്മുടെ നാടിൻ്റെ ശബ്ദം, കേരളത്തിൻ്റെ ശബ്ദം ഇത്തരം കാര്യങ്ങളിൽ ഉച്ചസ്ഥായിലല്ലേ മുടങ്ങാറ് പാർലമെന്റിൽ? അതല്ലേ ഇല്ലാതായിപ്പോയത്? ഈ കാരണത്താൽ ഇതിൻ്റെ തുടർച്ചയായി ചില നിയമനിർമ്മാണങ്ങൾ, ഞാനതിലേക്കൊന്നും വിശദമായിട്ട് ഇപ്പോൾ പോകുന്നില്ല. ഒന്ന്, NIA നിയമം എന്താണെന്ന്, എന്തിനാണ് അതിൻ്റെ ഭേദഗതി എന്തൊക്കെ എല്ലാവർക്കും അറിയാം. ആ നിയമം കൂടുതൽ കടുപ്പിക്കാനാണ്. ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് എല്ലാവർക്കും വ്യക്തമാണല്ലോ. ആ ഭേദഗതി പാർലമെന്റിൽ വന്നപ്പോൾ കോൺഗ്രസ് സ്വീകരിച്ച നിലപാടെന്താ? എതിർക്കാൻ കോൺഗ്രസ് ഉണ്ടായോ? ഒരാളുമില്ല. ലോക്സഭയുടെ കാര്യം എതിർക്കാനുണ്ടായത് ആകെ 6 പേർ. ആ 6-ൽ 1 ആലപ്പുഴയിലെ ആരിഫ്. എവിടെ പോയി നമ്മുടെ 18-അംഗ സംഘം? നമ്മൾ ജയിപ്പിച്ചയച്ചവരാണല്ലോ ഇവിടുന്ന്. അവരെ കാണാനില്ല. ഈ രാജ്യത്തെ ഏറ്റവും വലിയ കരിനിയമം EAPA, ആ കരിനിയമത്തെ കൂടുതൽ കരിനിയമമാക്കാൻ ഭേദഗതി. പ്രധാനപ്പെട്ട ഒരു നേതാവ് സഖാവ് ശൈലജ ടീച്ചറെയാണ്. ശൈലജ ടീച്ചർ ആരാണെന്ന് പ്രത്യേകിച്ച് കേരളത്തോട് വിശദീകരിക്കേണ്ട കാര്യമില്ല.
ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ വടകര മണ്ഡലമാകെ എല്ലാ കുടുംബങ്ങളും അവരെ നെഞ്ചേറ്റിക്കഴിഞ്ഞു. വലിയ സ്വീകാര്യതയാണ് ആ സ്ഥാനാർത്ഥിത്വത്തിന് ഉണ്ടായിട്ടുള്ളത്. സ്വീകാര്യത വർദ്ധിക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായും എതിരാളികൾക്ക് അതിൻ്റേതായ വിഷമം കാണും. ആ വിഷമം തെറ്റായ മാർഗത്തിലൂടെ തീർക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അതവരെ കൂടുതൽ ഒറ്റപ്പെടലിലേക്ക് നയിക്കുകയാണ്. കാരണം നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക നിലവാരത്തിനനുസരിച്ചുള്ള നടപടികൾ മാത്രമേ കേരളം അംഗീകരിക്കൂ, കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കൂ, വടകരയിലെ വോട്ടർമാർ അംഗീകരിക്കൂ. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യപ്പെടാനാകാത്ത വിധത്തിൽ സഖാവ് ശൈലജ ടീച്ചറുടെ സ്വീകാര്യത ഉയർന്നു നിൽക്കുന്നതാണ് കാണാൻ കഴിയുക. ശൈലജ ടീച്ചറുടെ ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി സഖാവ് കെ ശൈലജ ടീച്ചറെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ പാർലമെൻറ്റിലേക്ക് തെരഞ്ഞെടുത്തയക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ. പൊതുസമ്മേളനം ഇവിടെ അവസാനിക്കുകയാണ്. റോഡ് ഷോ ഉണ്ട്. സഖാക്കളെല്ലാം റോഡ് ഷോയിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.